ആഞ്ഞടിച്ച സർക്കാർ അനുകൂല തരംഗത്തിൽ UDF തകർന്നടിഞ്ഞപ്പോൾ സിറ്റിംഗ് സീറ്റുകൾ പോലും നിലനിർത്താനായില്ലെന്ന നാണക്കേടിലാണ് കോൺഗ്രസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജ് കുട്ടിയെ കാണാൻ ചെന്നൈയിൽ വന്നത്. നിർണായകമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. VD സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ തോറ്റ പാർട്ടിയെയും മുന്നണിയെയും കെട്ടിപ്പടുക്കുക എന്ന ചരിത്രപരമായ ദൌത്യമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. തൃക്കാക്കരയിൽ UDF വലിയ രാഷ്ട്രീയ വിജയം നേടിയിരിക്കുന്നു. ചരിത്രം പുതുപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. അതായത് വടകരയിലെ ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പിക്കാവുന്ന വിധത്തിലാണ് ലീഡ്. കളി തുടങ്ങി. Did you expect this? Like you said, it's just the beginning. ആദ്യമായി ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും വിജയിച്ച UDF നഗരസഭകളിലും മേൽക്കൈ നേടി. അവസ്ഥ 100 തികച്ചിരിക്കുന്നു. UDF 100 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. സെഞ്ചുറിയാണ്. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. നിലവിലെ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ നമ്പർ ആണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതെങ്കിൽ KC വേണുഗോപാലിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കഥ ഇഷ്ടമാണ്, പക്ഷെ ക്ലൈമാക്സിന് ഭയങ്കര അഭിപ്രായ വ്യത്യാസം. ഹീറോ കീഴടങ്ങുന്നതിൽ ആർക്കും താല്പര്യമില്ല. ഹീറോ വിജയിക്കണം. ഹീറോ അകത്തു പോയാൽ ആ കുടുംബം തകരില്ലേ. ശ്രീ VD Satishan be appointed as the leader of the CLP. Thank you so much. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ